ഹായ് ഗായ്സ്. അപ്പോഴേ ഞങ്ങളിന്ന് ഒരച്ഛൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരച്ഛനാണ്, ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയുള്ള ഒരച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നതാണ്. ഇവിടെ ഒരു വർക്കുണ്ട് ചേട്ടായിക്ക്, അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. തുമ്പിയുണ്ട്, ഞാനുണ്ട്, ചേച്ചിയുണ്ട്, ഞങ്ങളുടെ ഫാമിലി 2 പേരുടെ ഫാമിലി ഉണ്ട്. ചേട്ടായി വർക്കിന് കയറി, ഓഫീസിൽ കയറി. ഞങ്ങളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. കാണിച്ചു തരാം ഈ സ്ഥലമൊക്കെ. ഉണ്ണിക്കുട്ടനും ചേച്ചിയുടെ കുഞ്ഞുമോനും അവർ 2 പേരും വണ്ടിയായിട്ട് വന്നിട്ട് വണ്ടി ഓടിക്കുക. തുമ്പി ഞങ്ങൾ 2 ഒന്നിച്ച് നടക്കുന്നത്. ചേച്ചിയുണ്ട്, ചേച്ചി അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാണിക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തതും വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ എനിക്ക് ഫോൺ നോക്കാൻ പറ്റത്തില്ലേ. അപ്പം ഫോൺ നോക്കാൻ പറ്റാത്ത കാരണം വരുന്ന വഴിയിലെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ കാണാം, ഇനിയുള്ള കാര്യങ്ങളൊക്കെ കാണാവേ. മഴ പെയ്യുന്നുണ്ട്, മഴ ചാറുന്നുണ്ട്. എല്ലാം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും കുറച്ച് കാണിക്കാം അല്ലേ മുമ്പി? എന്ത് പറയുന്നു? ഓക്കെ. ഇതുണ്ടോ, ഇതൊക്കെ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും പിന്നെ ഇവിടെ പശുവൊക്കെ മെയ്യുന്നുണ്ട് കേട്ടോ. ഈ നാട്ടിലൊക്കെ ഇങ്ങനെയാണ്, പശു ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ആടുണ്ട്, പശുവുണ്ട്. ഇവിടെ സ്കൂളാണ്. ഇതിലൊക്കെ ആടുണ്ടാവും, ആടും മുയലും എല്ലാം ഉണ്ട്. എല്ലാം കാണിച്ചു തരാമേ. ഇതുണ്ടോ പിള്ളേർ കളിക്കുക. ഇത് കുഞ്ഞൻ ഉണ്ണിക്കുട്ടനപ്പുറത്തുണ്ട്, കളിക്കുന്നുണ്ട്. കാണിച്ചു തരാം. സ്കൂളാണ് കേട്ടോ, സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, ചെക്ക് ചെയ്യാൻ. ഓഡിറ്റൊക്കെ വരുമല്ലേ, അപ്പോൾ അതിനു വേണ്ടി വന്നതാണ്. ഇവിടുത്തെ പള്ളി പാരിഷാണ്, ഇവിടുത്തെ ഇടവകയാണിത്. അപ്പോൾ അച്ഛനാണ് ഇവിടുത്തെ പ്രീസ്റ്റ്. അവിടെ ഒരു കോൺവെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അതാ അവിടെ നിൽക്കുന്ന ഒരാൾ കണ്ടോ, ചേച്ചി, ഇവളുടെ അമ്മ, തുമ്പിയുടെ അമ്മ. ഇവിടെ കുറെ ആടും മുയലും ഒക്കെ ഉണ്ട്. അതെ, കുറെ ആടും മുയലും ഒക്കെ ഉണ്ട്. കാണിച്ചാൽ ഗ്രോട്ടോ ഉണ്ട്, ഗ്രോട്ടോ, മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ. ഇതിനകത്തൊന്നുമില്ല, ഒരു ഗ്രോട്ടോ. നല്ല സ്ഥലമാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലം. ഉണ്ണിക്കുട്ടനൊക്കെ വീട്ടിൽ സ്ഥലം ഇല്ലാതെ ഞങ്ങൾ വണ്ടിയും കൊണ്ടാ വരിക. ഒരുപാട് ഒരു പ്രാവശ്യം വന്നപ്പോ വണ്ടി കൊണ്ടുവന്നില്ലല്ലേ. എപ്പോൾ വന്നാലും വണ്ടിയും കൊണ്ട് വരുവേ. അപ്പോൾ ഇവർക്ക് കളിക്കാമല്ലോ, ഒരുപാട് സ്ഥലമുണ്ട്, എല്ലായിടത്തും ഓടിച്ച് കളിക്കും. ഇതാ നിൽക്കുന്നത് നമ്മുടെ ധീരവനിത. എന്ത് പറയുന്നു ധീരവനിത? എന്തെടുക്കുകയാണ് ധീരവനിത? മദേഴ്സ് ഡേയുടെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുക. സ്റ്റാറ്റസ് ഇടാൻ തപ്പുകയാണ്. ഹാപ്പി മദേഴ്സ് ഡേ. എന്തോ ഇതാ വേറൊരാൾ അട്ട. അത് അട്ട. ഉണ്ണിക്കോട്ടൻ അട്ടേനെ കണ്ടേ കൂടാ, അവനെ കാണുമ്പോഴേ ദേഷ്യമാ. ഉണ്ണിക്കോട്ടൻ ചിരിക്കും, അമ്മ ഒരു വീഡിയോ എടുക്കുക. ആ സാരില്ല, അവിടെ ഇരുന്നോട്ടെ. അട്ടനെ മാറ്റാതെ അവന് വണ്ടി ഓടിക്കില്ല. കുറെ അട്ടയുണ്ട്, കൊച്ചിങ്ങ് അവിടെ കുറെ അട്ടയുണ്ട്. വേറെ സ്ഥലത്ത് വണ്ടി ഓടിക്കാം. ബാ വേറെ സ്ഥലത്ത് ഓടിക്കാം, അവിടെ വേണ്ട. അവിടെ ഒരു കണ്ണാടി ഉണ്ട്, എന്തിനാണ് ഈ കണ്ണാടി എന്നറിയില്ല. ഓക്കെ, ഇവിടെ മുയലൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്കൂളിൽ ഇതൊക്കെ അച്ഛൻ്റെ പണിക്കാർ നോക്കുന്നതാണ്. ഒരുപാട് വിട്ടടി കഴിയുന്ന കണ്ടോ. ഇതെന്തിനാ ഈ കുഴി നിറഞ്ഞൂടെ? കിടക്കാനായിരിക്കും അല്ലേ, അവരുടെ വാസസ്ഥലം. ഇതാ ഒരു കുഞ്ഞിത് കണ്ടോ ഗൈസ്. അതിന്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ, അതിന്റെ അടിയിലൊക്കെ ഉണ്ട് കുറെ. അരയന്നങ്ങൾ. ഈ സാധനം നമ്മുടെ അടുത്ത്, നമ്മൾ അതിന്റെ അടുത്ത് ചെന്ന കൊത്തും. അതെ, ഇവര് കൊത്തും കേട്ടോ. ഒരു ദിവസം ജീനാൻറ്റീനെ കൊത്താനായിട്ട് വന്നു, ജീനാൻറ്റി ഓടി. അതെ, ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതിന് ഭയങ്കര സ്നേഹമായിരിക്കുന്നത്. ഞാൻ ഈ പടത്തിലും കഥയിലും ഒക്കെ കണ്ടിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. ഞാൻ അതിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴേക്കും അതെന്നെ ഓടിച്ച് കൊത്താൻ. ജീനാൻറ്റി ഓടി അകത്ത് കയറി. ഇവിടെയാണ് കേട്ടോ ഓഫീസ്. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ചേട്ടായൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ണിക്കുട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അച്ഛൻ്റെ റൂമൊക്കെ പൊക്കത്ത് അച്ഛൻ്റെ റൂമാണ്. ഒരെണ്ണത്തിൻ്റെ ചിറക് ഒടിഞ്ഞോ? ചിറക് താത്തി വെച്ചാൽ നിൽക്കുന്നത്. ഒരാൾ ഉറങ്ങട്ടെ, അത് നോക്കുന്നുണ്ട് കേട്ടോ, ഭീകരൻ. അതാ നോക്കുന്നു, ആ ചിറക് താഴ്ന്നു കിടക്കുന്നത് നോക്കുന്നു. കൊത്താനാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് കൊത്താൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പറഞ്ഞു എന്തൊക്കെ ഹയർ സെക്കൻഡറി സ്കൂളാട്ടോ. ഇവിടെ ഹോസ്റ്റലും ഉണ്ട്, ബോയ്സ് ഹോസ്റ്റലും ഉണ്ട്. അപ്പോൾ അവരെ കാണാനായിട്ട് ഇന്ന് പേരൻസ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതാ വരുന്നു ഒരാൾ. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പേര് വരുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾക്കൂടെ വന്നാൽ ഇങ്ങനെ കുറേ സമയം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഒരുപാട് സ്ഥലമുണ്ടല്ലോ, ഒത്തിരി സ്ഥലമാണ്. പിള്ളേർക്ക് കളിക്കാൻ എന്ത് സ്ഥലമാണ്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഒരു ദിവസം വന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ ചോദിച്ചു
വണ്ടി എന്ത് ചെയ്യുന്നു അവൻ്റെ? സ്കൂളിന്റെ ബാക്കി പോർഷൻ ഇതാട്ടോ നഴ്സറി. കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ. അതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല, ലോക്ക് ചെയ്തിട്ട്. ഉണ്ണിക്കുട്ടൻ ഇനി ഇവിടെ അല്ല, എന്നാലും വിടാനുള്ളതാ. ഇതാ നമ്മൾ വന്ന ഒരുപാട് സ്ഥലമാണ്, നല്ല രസമാണ്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ഒരുപാട് കിളികളും മുയൽ, അരയന്നം, താറാവ് ഒക്കെ ഉണ്ട്. കുറെ മനുഷ്യന്മാരും. നോക്കൂ, നല്ല ഫ്ലവർ ഉണ്ട്. ഒരെണ്ണം വാടിപ്പോയി. ഇതിന്റെ മുട്ട് എന്ത് രസമാണ് കാണാൻ. സൂപ്പർ ആയിട്ട്. ആ, ഞാനതൊരു തേനീച്ച. തേൻ കുടിക്കാൻ വന്നതാ. വിട്ടെ. പറയാൻ പറ്റത്തില്ല. വേറെ പൂവൊന്നും കാണാനില്ല. അത് റോസ് ഫ്ലവറൊക്കെ കുഞ്ഞൻ വഴക്കിടും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. പന്നിക്കറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ, പപ്പടം, അച്ചാറ്, ഡാള്, പിന്നെ ഒരു സാലഡ് ഉണ്ടായിരുന്നു, പയറുതോരൻ ഉണ്ടായിരുന്നു. നാട്ടിൽ നമ്മുടെ റൈസ് അല്ല കേട്ടോ, ഇത് ഇവിടുത്തെ ലോക്കൽ റൈസാണ്. ലോക്കൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ നാടൻ, ഇവിടുത്തെ നല്ല ഒറിജിനൽ റൈസാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ, നിറയെ കഴിച്ചു. ഒന്നും ചെയ്യേണ്ട, വെറുതെ തിന്നു സുഖമായിട്ട്. ഡിന്നറും എല്ലാം, ചായ കുടിച്ചൊന്നും അതൊന്നും എടുത്തില്ല കേട്ടോ. അതൊക്കെ സെയിം ആയിരുന്നു. ഫിഷ് ഉണ്ടായിരുന്നു, ഇത് പന്നി ഉണ്ടായിരുന്നു, അങ്ങനെ അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഞങ്ങൾ സ്കൂൾ കാണാൻ വേണ്ടി പോകണേ. അവിടെ സ്കൂളിൽ കുറച്ച് പുതിയ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാബ് കാര്യങ്ങളൊക്കെ ഹയർ സെക്കൻഡറി ഒക്കെ തുടങ്ങിയത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ, ഞാനും തുമ്പിയും ചേച്ചിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലേറ്റായി കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോൾ 8:30 അവിടെ നിന്ന് വരുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റുള്ള കാര്യങ്ങൾ ഞാൻ ബാട്ട് തിന്നുകൊണ്ട് നടക്കുക. നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഫുൾ അതിലിങ്ങനെ തെണ്ടി നലഞ്ഞു തിരിഞ്ഞ് നടന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാമേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഫോട്ടോ കൊടുത്തിട്ടുണ്ടേ.